ഈസി ആയിട്ടൊരു പൈനാപ്പിൾ മോരുകറി ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഒരു സവോള അല്ലെങ്കിൽ ഉള്ളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ചോപ്പ് ചെയ്തത്, പച്ചമുളക്, പിന്നെ വേപ്പില ഉണ്ടെങ്കിൽ അത്, പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് കളർ നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അടുപ്പത്ത് വെച്ച് അടച്ച് വെച്ച് വേവിക്കുക. ഇത് ഞാൻ ബ്രൊക്കോളി ഉണ്ടാക്കുന്നതാണ് അപ്പുറത്തെ സൈഡിൽ, അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇത് ആക്ച്വലി സദ്യയിലൊക്കെ എറണാകുളം സൈഡിലൊക്കെ ഉണ്ടാക്കുന്ന മോരുകറിയാണേ. അപ്പം അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് ആയിട്ടുണ്ട് കേട്ടോ. വെന്തപ്പോഴേക്കും ഞാനതിലേക്ക് തേങ്ങ അരച്ചതാണ് ചേർക്കുന്നത് കേട്ടോ. തേങ്ങ അരച്ച് ചേർക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 5 മിനിറ്റ്സ് ഒന്നുകൂടെ വേവിക്കുക. അത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലാസ്റ്റ് സംഭവം, അതായത് നമ്മുടെ ഗ്രീക്ക് സ്റ്റൈൽ യോഗട്ട് അത് ഇടുക. അതോടുകൂടി സംഭവം കഴിഞ്ഞു. പിന്നെ നമുക്കൊന്ന് അവസാനം താളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ 1 to 2 ഡേയ്സ് ഇരിക്കും. ഇപ്പോൾ നോയമ്പിൻ്റെയൊക്കെ സമയത്ത് നമുക്ക് കറിയുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ഇതൊരു ബെസ്റ്റ് ചോയ്സാണ് കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. പിന്നെ ഓൾറെഡി ഇവിടുന്ന് കിട്ടുന്നത് അത്ര സ്വീറ്റ് അല്ലാത്ത പൈനാപ്പിൾ ആയതുകൊണ്ട് വേണമെങ്കിൽ ലേശം പഞ്ചസാരയും കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് അവസാനം ഒന്നുകൂടെ നോക്കണം കേട്ടോ. അപ്പം ഞാനതിലേക്ക് ഈ യോഗട്ട് ഇട്ട ശേഷം പിന്നെ അധികം നേരം തിളപ്പിക്കാൻ വെക്കില്ല, അത് പിരിഞ്ഞ പോലെ ആയിപ്പോൾ. അപ്പം ഞാനൊരു 1 മിനിറ്റ് വെക്കുന്നുള്ളൂ. 1 മിനിറ്റ് വേണ്ട, ഒരു 30 to 45 സെക്കൻഡ് വെച്ച് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാം. ഈ ഓഫ് ചെയ്ത ശേഷമാണ് നമ്മുടെ വേറൊരു പാനിൽ നമ്മൾ എണ്ണ ചൂടാക്കണം. അതിലേക്ക് പിന്നെ കടുക് പൊട്ടിക്കുക. അതിലേക്ക് വേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് വേപ്പിലയും കൂടി ഇടുക. പിന്നെ കുറച്ച് ഡ്രൈ ചില്ലീസും കൂടെ ഇടുക. പിന്നെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് കളർ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് പാളിപ്പോയി, ഇത്തിരി ഒന്ന് കരിഞ്ഞു, പക്ഷെ അതൊന്നും ബാധിച്ചില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതേ അതൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. സംഭവം സൂപ്പറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, ഗുഡ് നൈറ്റ്.